ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. തീർച്ചയായിട്ടും 50+ മാർക്ക് കിട്ടാനുള്ള എല്ലാ ടോപ്പിക്കുകളും ഇവിടെ പറയുന്നുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിലെയും ടോപ്പിക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. സോ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എക്സാം +1 എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന കുട്ടികളുണ്ടാകും. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾ പഠിച്ചു നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്ന് കരുതി ഈ ടോപ്പിക്ക് മാത്രം പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. അതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് എന്തായാലും പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. അതിന്റെ അഡീഷണൽ കാര്യം കൂടി നിങ്ങൾ എന്താക്കുക, പഠിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതെന്തായാലും പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിൽ പോകരുത്. ഓക്കെ. സോ ഏറ്റവും ആദ്യം ഞാൻ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഈ കാണുന്ന ടോപ്പിക് നിങ്ങൾ എന്തായാലും വെരിഫൈ ചെയ്യാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു റോസ്റ്റർ ഫോം തന്നുകൊണ്ട് സെറ്റ് ബിൽഡർ ഫോം തന്നുകൊണ്ട് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാനും, പിന്നെ അതേപോലെ നമ്പർ ഓഫ് സബ്സെറ്റ് എന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്പർ ഓഫ് റിലേഷൻ എന്നോ രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് വരാം. നമ്പർ ഓഫ് ആ രീതിയിലൊരു ചോദ്യം, 1 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇവിടെ നമ്പർ ഓഫ് സബ്സെറ്റ് ആണ് ചോദിച്ചത്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാണുന്ന ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ ഏകദേശം ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ മതിയാവും. പക്ഷേ ഇതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഞാൻ പറയുന്നത് ഇത് മിനിമം പഠിച്ചു വെക്കണം എന്നാണ്. നേരെ രണ്ടാമത്തെ ചാപ്റ്റർ എടുക്കുന്നു. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ആദ്യം തന്നെ ഇതുപോലെ ഓർഡേഡ് പേര് തന്നുകൊണ്ട് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമതായിട്ട് ഇതുപോലെ ഓർഡേഡ് ട്രിപ്ലറ്റ് ആണ്. ഓക്കെ. അതായത് 3 എണ്ണം ഏതെങ്കിലും ഒരു സെറ്റ് തന്നിട്ട് അതിന്റെ ഓർഡർ ട്രിപ്ലറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡൊമൈനും റേഞ്ചും, അതായത് ഒരു സെറ്റ് ബിൽഡർ ഫോം തന്നുകൊണ്ട് അതിന്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്കറിയാം, ഫസ്റ്റ് എലമെന്റിന്റെ ഡൊമൈൻ ആയിട്ടും സെക്കൻഡ് എലമെന്റ് റേഞ്ച് ആയിട്ടും നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്കറിയാം. പിന്നെ അതേപോലെ തന്നെ കോഡൊമൈനും ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ ഇതുപോലെ ഒരു സെറ്റ് തന്നുകൊണ്ട് അതിൽ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഞാൻ വീണ്ടും കടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. ഒരു ഫംഗ്ഷൻ തന്നുകൊണ്ട് അതിന്റെ റേഞ്ച് എന്താണ്, അതിന്റെ ഡൊമൈൻ എന്താണ് എന്ന രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷൻ, ഇപ്പോൾ √9 - x² ആയിരിക്കാം. ആ രീതിയിൽ ഏതെങ്കിലും ഒരു ചോദ്യം തന്നുകൊണ്ട് ഡൊമൈൻ എന്താണ് അല്ലെങ്കിൽ റേഞ്ച് എന്താണെന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. തിരിച്ചും ഡൊമൈനും റേഞ്ചും ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ. ആൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രാഫ് വെച്ചിട്ടൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. മിക്കവാറും അത് വരക്കാനായിരിക്കും ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നുകൊണ്ട് ഗ്രാഫ് വരക്കാൻ. ഇപ്പോൾ മോഡ് x+a ആണ് തന്നതെങ്കിൽ ഈ രീതിയിലാണ് ഗ്രാഫ് ഉണ്ടാവുക. x- ആണെങ്കിൽ ഇതൊരിക്കലും ബൈ ഹാർട്ട് ഇത് പോകരുത്. ഗ്രാഫ് വരക്കാനുള്ള മെത്തേഡ് നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ എക്സാമുകളിലേക്ക് പോകാൻ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതുപോലൊരു ഫംഗ്ഷൻ തന്നുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പോൾ ഒന്നെങ്കിൽ ഇത് മിക്കവാറും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ അങ്ങനെ ചോദിക്കാറില്ല. നമ്മളെ ഈ കാണുന്ന എന്താ പറയുക, ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫ് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അറിയാവുന്ന ആൾക്കാർ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും ഇതുപോലെ 4-5 ഗ്രാഫുകൾ നമുക്ക് എന്താക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിന്റെ ആൻസറുകൾ അറിയാവുന്ന ആൾക്കാർ അതുപോലെ തന്നെ പേരുണ്ട് അല്ലേ? ഓക്കെ. എന്നാൽ ഇനി കമന്റ് ചെയ്യണ്ട. ഓക്കെ. സിഗ്നം ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നേരെ ട്രിഗണോമെട്രിയിലേക്ക് കടക്കുന്നു. ട്രിഗണോമെട്രിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. ഡിഗ്രി മെഷറിന് റേഡിയൻ മെഷറിലേക്കും റേഡിയൻ മെഷറിന് ഡിഗ്രി മെഷറിലേക്കും സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കാറുള്ളൂ. എന്നാലും പവർഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നല്ലതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടത് L = r θ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം, ഒരു 2 മാർക്കിന്റെയോ 3 മാർക്കിന്റെയോ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മൊത്തം 9 മാർക്ക് ഈ ചാപ്റ്ററിന് വരുന്നുണ്ട്. മൂന്നാമതായിട്ട് നിങ്ങൾ ഇത് കാണുന്ന ക്വാഡ്രന്റ് വെച്ചുകൊണ്ടൊരു ചോദ്യം, ഏതെങ്കിലും ഒരു ക്വാഡ്രന്റ് തന്നുകൊണ്ട് അതിന്റെ വാല്യൂ തരും, ബാക്കിയുള്ളത് കണ്ടുപിടിക്കാം. നാലാമതായിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഏതെങ്കിലും വാല്യൂ തന്നുകൊണ്ട് പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ആംഗിൾസ് വെച്ച് കണ്ടുപിടിക്കാം. ഇതിലാകെ ടഫായിട്ട് വരുന്നത് sin 5π/6 മാത്രമാണ്. ബാക്കി എല്ലാ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ അടുത്തേക്ക് കടക്കുന്നു. sin x + sin y, cos x + cos y, sin x - sin y, cos x - cos y. ആ 4 ടോപ്പിക്കിന് എന്തായാലും ഒരു 2 മാർക്കിലോ 3 മാർക്കിലോ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ ഈ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ അടുത്തത് sin x + y വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. sin x + y അല്ലെങ്കിൽ cos x + y അല്ലെങ്കിൽ tan x + y, അതിൽ നിന്നൊരു ചോദ്യം. ഇത്രയും ഏരിയകൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്താക്കണം, പഠിച്ചു വെക്കണം. ഇത്ര ഏരിയ പഠിച്ചാൽ ഈ ചാപ്റ്ററിന് ഏകദേശം 9 മാർക്കോളം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇതിന്റെ ഹൈ ലെവൽ ഏതെന്ന് ചോദിച്ചാൽ അത് sin 2x, cos 2x, tan 2x. അതിൽ sin 2x ഉം cos 2x വെച്ചുള്ള ചോദ്യമാണ് ഇതിന്റെ കുറച്ചുകൂടി ലെവൽ കൂടിയ ടൈപ്പ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചോദ്യങ്ങൾ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ലൈവിലേക്ക് വന്നാൽ മതി. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നാലാമത്തെ ചാപ്റ്ററിലേക്ക് എടുക്കുന്നു. എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഐന്റെ പവർ വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെയോ അല്ലെ 2 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ I⁻35 അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവും. രണ്ടാമതായിട്ട് A+IB ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പ്രതീക്ഷിക്കുക 2 മാർക്കിന്റെ ചോദ്യമായിട്ട്. 3 മാർക്കിലാണ് ചോദ്യം വരിക. ഇനി ഇൻ കേസ് അതില്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ
മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കാണാൻ ഒരു ക്വസ്റ്റൻ ആയിരിക്കും നിങ്ങളുടെ കോംപ്ലക്സ് നമ്പറിന് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റൻ. അപ്പോൾ ഈ 3 ക്വസ്റ്റൻ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അതിന്റെ പല വേർഷൻസ് ഉണ്ട് കേട്ടോ. A+IB ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാൻ ടഫുള്ള ക്വസ്റ്റൻസ് ഉണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടക്കുന്ന മക്കളെ ശ്രദ്ധിച്ചോളൂ. ലീനിയർ ഇനീക്വാലിറ്റി എന്ന ഒറ്റ ക്വസ്റ്റൻ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഒന്നെങ്കിൽ ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വേർഡ് പ്രോബ്ലം തന്നുകൊണ്ട് അതിനെ ഈ രീതിയിൽ സോൾവ് ചെയ്യാം. ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഗ്രാഫിൽ അടയാളപ്പെടുത്താൻ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഒന്ന് നോട്ട് ചെയ്യും. അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ കിടക്കുന്നു മക്കളെ. സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. റിപ്പീറ്റേഷൻ അലൗഡ് അല്ലെങ്കിൽ നോട്ട് അലൗഡ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ. ഇനി അതില്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു എന്താ പറയുക ഒരു ഫാക്ടറിൽ തന്നുകൊണ്ട് അത് സോൾവ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ n കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ r കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ r കണ്ടുപിടിക്കാനാണെങ്കിൽ എന്തായാലും 2-3 മാർക്കിന് ചോദ്യം വരും. n ആണെങ്കിൽ ചിലപ്പോൾ 2 മാർക്കിനായിരിക്കും ഉണ്ടാവുക. കാരണം n കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നേരെ ഞാൻ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടക്കുന്നു, അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കുന്നു മക്കളെ. ഇൻഡിപെൻഡൻസ്. ഏതെങ്കിലും ഒരു വേർഡ് തന്നുകൊണ്ട് 100% ഉറപ്പിച്ചോ. ഏതെങ്കിലും ഒരു വേർഡ് തന്നുകൊണ്ട് നിങ്ങളോട് സ്റ്റാർട്ടിങ് വിത്ത് പി എൻഡ് വിത്ത് ഐ അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഏതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഡു ഓൾ ദി ബബിൾസ് ഒക്കെ ടുഗദർ ആണ്. ഓക്കെ, ഈ കാണുന്ന രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ചോദ്യപ്പോൾ പ്രതീക്ഷിക്കാം. 90% ബബിൾസ് ഒക്കെ ടുഗദർ അല്ലെ ഡു നോട്ട് ഒക്കെ എന്ന ടോപ്പിക്കിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർക്ക് കമന്റ് സാർ ഇത് ചാപ്റ്റർ മുഴുവൻ പറയുന്നില്ല. ഇല്ല, ചാപ്റ്റർ മുഴുവൻ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓരോ ചാപ്റ്ററും എക്സ്ട്രാ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു പോകണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് നിർബന്ധമായിട്ടും ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം കടന്നുറങ്ങും. ഓക്കെ, ഇന്നിപ്പോൾ നേരം ഉണ്ടോയെന്ന് അറിയില്ല അല്ലേ. ഓക്കെ, എന്തായാലും ഇതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഈ പറയുന്ന എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ലൈവ് കാണാൻ വരിക രാത്രി. വേറൊന്നും നോക്കണ്ട, ലൈവ് കാണാൻ വരിക. അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. പിന്നെ കാർഡ് പ്രോബ്ലം ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. കാർഡ് പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദ്യം വരാം. പിന്നെ ഞാൻ കുറച്ചുകൂടി ഹൈ ലെവലിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ഡിക്ഷണറി പ്രോബ്ലം. പിന്നെ ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ആ രണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മാക്സിമം ചെയ്ത് പഠിക്കാം. നേരെ കിടക്കുന്നു അടുത്തൊരു ചാപ്റ്റർ ആയിട്ടുള്ള ബൈനോമിയൽ തിയറത്തിലേക്ക് കിടക്കുകയാണ് മക്കളെ. വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നല്ല, പക്ഷേ എല്ലാ ചാപ്റ്ററേയും കാര്യങ്ങൾ പ്രധാനമായിട്ട് വരുന്ന ടോപ്പിക്കുകൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ചാനലിൻ്റെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇംപ്രൂവ്മെന്റ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ. നമ്പർ ഓഫ് ടേംസ് കാണാൻ ഒരു ചോദ്യം ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കാണാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1 മാർക്കിന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഈ കാണുന്ന രീതിയിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. A+B all raised to 4 - അതായത് എക്സ്പാൻഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ എക്സ് ഏതെങ്കിലും ഒരു ടേം വന്നുകൊണ്ട് അതിന്റെ 4th, 5th, 6th വരെ പോകും. 7th പോവാറില്ല. അതായത് റേസ് ടു 6 വരെ ചിലപ്പോൾ നിങ്ങളോട് എന്താക്കാൻ പറയും, എക്സ്പാൻഡ് ചെയ്യാൻ പറയും. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ മൈനസ് വന്നുകൊണ്ട് ചോദിക്കും. ഈ പ്ലസ് ഉള്ളടുത്ത് മൈനസ് വന്നുകൊണ്ട് ചോദിക്കും. അതും ഒന്ന് പഠിച്ചു പോകാം. ആ രണ്ടിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ എന്തായാലും വരും 100%. ഒന്നെങ്കിൽ ഈ രീതിയിൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ മൈനസ് വെച്ചിട്ട്. ഞാൻ നേരെ കിടക്കുന്നു അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള എന്താ പറയുക സീക്വൻസ് ആൻഡ് സീരീസിലേക്ക്. 2 നമ്പേഴ്സിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം 2 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ രീതിയിൽ ഹൗ മെനി ടേംസ് n കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, n കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം. മൂന്നാമതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സമ്മും പ്രൊഡക്റ്റും തന്നുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ. സോ ഞാൻ നേരെ കിടക്കുന്നു അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുന്നു മക്കളെ ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഏതെങ്കിലും നമ്പർ തന്നുകൊണ്ട് 8, 8, 8 ആയിരിക്കാം, 5, 5, 5 ആയിരിക്കാം, 4, 4, 4 ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താക്കാം പ്രതീക്ഷിക്കാം. ഇത് കുറെ കാലമായി പരീക്ഷ ചോദിച്ചിട്ട് അതുകൊണ്ട് എന്നെ മനസ്സ് പറയുന്നു ഈ ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഇത് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ കേസ് ഒന്നും അല്ല, സമ്മുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമുക്ക് മാക്സിമം വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടും ഒന്ന് പഠിച്ചു വെച്ച് പോകുന്നത് നല്ലതാണ്. രണ്ടും ഒരേ ടൈപ്പാണ്. ഞാൻ കിടക്കുന്നു അടുത്തൊരു ചോദ്യം. സ്ട്രൈറ്റ് ലൈൻസ് നേർവര എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കിടക്കാണ്. ഒട്ടുമിക്ക കുട്ടികൾക്ക് അറിയാത്തൊരു ടോപ്പിക് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ കാണുന്ന ചാപ്റ്ററിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സ്ലോപ്പ് കാണാനായിരിക്കും. സ്ലോപ്പ് കാണാൻ 3 ഇക്വേഷൻ ഉണ്ട്. ആ 3 പഠിച്ചു വെച്ച് പോവാം. ആ 3 ഏതെങ്കിലും ഒരു ചോദ്യം സ്ലോപ്പ് ഉണ്ടാവും. രണ്ടാമതായിട്ട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ട മക്കളെ, ഒരു വരയും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വരയും തന്നുകൊണ്ടൊരു ചോദ്യം ഉറപ്പിച്ചോളൂ. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സ്ലോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ m1 × m2 = -1 ആണ്. ഈ കാണുന്ന വരയുടെ ഇക്വേഷൻ തരും. എന്നിട്ട് ഈ കാണുന്ന വരയുടെ സ്ലോപ്പ് കാണാൻ പറയും. ഈ കാണുന്ന വരയുടെ സ്ലോപ്പ് കാണാൻ പറയും. ഇതിന്റെ ഇക്വേഷൻ എഴുതാൻ പറയും. ആ ടോപ്പിക് ആ രീതിയിൽ ഒരു ചോദ്യം ചിലപ്പോൾ 2 പോയിന്റുകൾ തന്നിട്ടായിരിക്കാം, ചിലപ്പോൾ ഈ വരയുടെ ഇക്വേഷൻ തന്നിട്ടായിരിക്കാം. അങ്ങനെ പല തരത്തിൽ നിങ്ങൾക്ക് ഈ സെയിം കോൺസെപ്റ്റിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ എക്സ് ഇന്റർസെപ്റ്റ് എന്ത്, വൈ ഇന്റർസെപ്റ്റ് എന്ത്, സ്ലോപ്പ് എന്ത്, ചിലപ്പോൾ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ 3 ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. പിന്നെ നിങ്ങൾ വളരെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഏതെന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ടോപ്പിക് എന്നൊരു ചോദ്യം. അതായത് ഒരു പോയിന്റും തരും, ഒരു വരയും തരും, ഒരു വരയുടെ ഇക്വേഷനും, എന്നിട്ട് ഡിസ്റ്റൻസ് കാണാൻ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ടു ദി ലൈൻ. ഇത് രണ്ട് രീതിയിലുണ്ട്. പാരലൽ ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ ഇതുണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അതിൽ മിക്കവാറും വരുന്നത് ഒരു പോയിന്റിൽ നിന്ന് വരയിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാനായിരിക്കും. അതും നന്നായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ എക്സാം ടഫ് ആവുകയാണെങ്കിൽ, ഈ കാണുന്ന ചാപ്റ്റർ എക്സാം ടഫ് ആണെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ. അതായത് ഒരു വര ഒരു പോയിന്റ്, ഈ കാണുന്ന പോയിന്റ് ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ. ഓക്കെ, ഇത് വെച്ചുകൊണ്ടൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ പകരം ഇതിന്റെ ഇമേജ് ആയിട്ടായിരിക്കും ചോദിക്കാം. ഇവിടെയുള്ള പോയിന്റ് ഏതാണോ അതിന്റെ ഇമേജ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഓക്കെ, സോ ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടഫ് ആവുകയാണെങ്കിൽ പ്രതീക്ഷിക്കുക. ഇത് ഞാൻ പഠിച്ചു പോകണമെന്ന് പറയുന്നില്ല. ഇൻ കേസ് അത്യാവശ്യം നല്ല ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യമാണ്. അപ്പോൾ ഏകദേശം ഒരു 10, 8, 9ഓളം ചാപ്റ്റേഴ്സ് നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി ബാക്കി ഇതേപോലെ ഒരു 4-5 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാനുണ്ട്. സോ തീർച്ചയായിട്ടും ക്ലാസ്സുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ നമുക്ക് നേരെ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടക്കാം. മക്കളെ, ഞാൻ കടക്കാൻ പോകുന്നത് കോണിക് സെഷനിലേക്കാണ്. കോണിക് സെഷനിൽ നിങ്ങൾക്ക് സർക്കിൾസ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സർക്കിൾസിൽ നിന്നും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ സെന്ററും റേഡിയസും ഒക്കെ തന്നുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവാം. ചിലപ്പോൾ ഇതുപോലെ കുറച്ചൊരു ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കും. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പഠിച്ചു വെച്ചിട്ട് പോയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ പരാബോളയിലേക്കാണ് കിടക്കുന്നത്. 2 മാർക്കിന്റെ ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് പരാബോള എന്ന് പറയുന്നത്. അത് ചില സമയത്തൊക്കെ എക്സാമിൽ വരാറില്ല, എന്നാലും ഇത് നിങ്ങൾ പഠിക്കാതെ പോയത് കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ നിങ്ങൾ എന്തായാലും ചോദ്യം പ്രതീക്ഷിക്കേണ്ടത് ഒന്നെങ്കിൽ ഹൈപ്പർബോളയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എലിപ്സ് എന്നൊരു ക്വസ്റ്റ്യൻ. അത് എന്തായാലും നിങ്ങൾ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതുപോലെ x²/a²+y²/b² വെച്ചുകൊണ്ട് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി, പിന്നെന്താ പറയുക ലാറ്റസ് റെക്ടം, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ സെന്റൻസ് തന്നുകൊണ്ട് ഇക്വേഷൻ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇതന്നെ നിങ്ങൾക്ക് ഹൈപ്പർബോളയിലും പ്രതീക്ഷിക്കാം. ഹൈപ്പർബോളയിൽ ഇതുപോലെ ഇക്വേഷൻ തന്നുകൊണ്ട് മൈനസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ഹൈപ്പർബോളയാണ്. ഇതേപോലെ ലാറ്റസ് റെക്ടം അല്ലെ ഫോക്കൈ അതൊക്കെ വെച്ചുള്ള ഒരു ചോദ്യമായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ ഇതന്നെ നിങ്ങൾക്ക് അല്ലാതെ സെന്റൻസ് വെച്ചിട്ടും ചോദിക്കാം. ഓക്കെ, ആ രണ്ടിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ ഫുള്ള് സെറ്റാണ്. മക്കളെ, അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 3 ഡയമെൻഷണൽ ജോമെട്രി ആണ്. അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു ചിത്രം തന്നുകൊണ്ട് ഓരോ ഒക്ടന്റുകൾക്ക് അനുസരിച്ച് അതിന്റെ വേർട്ടീസസുകൾ എഴുതാണ്ടാവും. ഇതിപ്പോൾ ഫസ്റ്റ് ഒക്ടന്റ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒക്ടന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. അപ്പോൾ ഏത് ഒക്ടന്റ് ആണോ വരുന്നത് അതിനനുസരിച്ച് ആ കാണുന്ന പോയിന്റ്സിന്റെ എല്ലാം ഒരു കോർഡിനേറ്റ് ചെയ്താലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് PQന്റെ ഡിസ്റ്റൻസ് എത്ര എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ ഐഡിയ ഉണ്ടെങ്കിൽ ആ ഉത്തരം കിട്ടുള്ളൂ. രണ്ടാമതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതുപോലെ ഏതെങ്കിലും കട്ട് വൈ കോർഡിനേറ്റ് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല എങ്കിലും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ 3 പോയിന്റ് തന്നുകൊണ്ട് അത് എന്താണ് റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ. അതിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. റൈറ്റ് ട്രയാങ്കിൾ ആണോ, ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണോ, ഐസോസെൽസ് ട്രയാങ്കിൾ ആണോ. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് ഫൈൻഡ് എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് വിച്ച് ഈസ് EQ ഡിസ്റ്റൻസ് ഫ്രം ദി 2 പോയിന്റ്സ്. 2 പോയിന്റ് തന്നിട്ട് അതിൽ നിന്ന് EQ ഡിസ്റ്റൻസിലുള്ള എക്സ് ആക്സിലെ കോർഡിനേറ്റ് അല്ലെങ്കിൽ Y ആക്സിലെ കോർഡിനേറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഞാൻ കിടക്കുന്നത് മറ്റെവിടേക്കുമല്ല, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിലേക്കാണ്. മക്കളെ, ഈ 3-ൽ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഓക്കെ, ഒന്ന് ഡയറക്റ്റ് കൊടുക്കാനുള്ളത്, ഒന്ന് ഡയറക്റ്റ് കൊടുത്താൽ കിട്ടാത്ത ഫാക്ടറൈസേഷൻ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യന്. മൂന്നാമത്തത് sin AX ഡിവൈഡ് ബൈ A അല്ലെങ്കിൽ sin x/x ആ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ആ 3-ൽ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളുടെ ചോദ്യപ്പേപ്പറിൽ ഫസ്റ്റ് തന്നെ ഉണ്ടാവും. ആദ്യത്തെ 6 മാർക്കിന്റെ ചോദ്യം അല്ലെങ്കിൽ ആദ്യത്തെ 4 മാർക്കിന്റെ ചോദ്യം ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഒരു പോളിനോമിയൽ, സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും പോളിനോമിയൽ തന്നുകൊണ്ട് ഡെറിവേറ്റീവ് കാണാം ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് sin x, cos x, tan x, ഈ 3 എണ്ണം, സൈന്, കോസ് ആൻഡ് ടാൻ. അതിന്റെ മനസ്സ് പറയുന്നത് cos x ചോദിക്കാനുള്ള ചാൻസ് ആണ്. പക്ഷേ അത് ഉറപ്പിക്കേണ്ട, അതെന്നെ വരണം എന്നൊരു നിർബന്ധമില്ല. cos x വരാം, എന്നാൽ sin x ഉം tan x ഉം പഠിച്ചിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം കേട്ടോ. ഓക്കെ, ആ 3-ൽ എന്തായാലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ഏകദേശം 90% സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ഈ കാണുന്ന ഫോർമുലാസ് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകാം. ഈ കാണുന്ന ഫോർമുലാസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് കാണിക്കുന്ന ഈ കാണുന്ന ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും പഠിക്കണം. അല്ലാതെ നിങ്ങൾ പരീക്ഷയിൽ പോകരുത്, കോപ്പി എടുക്കരുത്. ഓക്കെ, ഇതും പഠിച്ചു വെക്കാം. ഓക്കെ, സോ മക്കളെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന 2 രീതിയുണ്ട്. ഒന്നെങ്കിൽ ഒരു U/V ഫോർമാറ്റിലൊരു ക്വസ്റ്റ്യൻ, അതെന്തായാലും ഇതിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം അടിയിൽ V² V × U' - U × V', ഈ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചാൻസ് ഉള്ളത് ഈ കാണുന്ന രീതിയിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് UV, അത് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് U. ഈ 2 ഏതെങ്കിലും ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന്, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക്, അല്ലെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്ന്, നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, പിന്നെ ഒരു 2 മാർക്കിലെ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം പറഞ്ഞ ആ 3 ഏറ്റവും കൂടുതൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ചോദ്യം വരാം. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്.
ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വരാം കേട്ടോ. അപ്പോൾ UV ഫോർമാറ്റ് വൃത്തി പഠിച്ചിട്ട് തന്നെ പോകണം. അതിന് നിങ്ങൾ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയണം, ഓരോന്നിന്റെ ഇക്വേഷൻ അറിയണം, അതെങ്ങനെ ചെയ്യണമെന്ന് അറിയണം, അത് ചെയ്തിട്ട് പോകാം. ഓക്കെ, സോ ലാസ്റ്റ് ആകുമ്പോൾ 2 ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നിർബന്ധമായിട്ട് പഠിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഇതുപോലെ ടേബിൾ തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ മീൻ ആൻഡ് വേരിയൻസ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോയാൽ മതി. അതിൽ വേണ്ട ഇക്വേഷൻസ് ഇവിടെ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്ത് പഠിക്കുക, വർക്കൗട്ട് ചെയ്യുക. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, അതായത് ഈ കാണുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് പഠിക്കുക. ചിലപ്പോൾ 3 മാർക്കിന് ചോദ്യം ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക, വേറൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഈ ടോപ്പിക്കിന് ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ളത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ബേസ് ചെയ്തുകൊണ്ട് കാർഡ് പ്രോബ്ലം ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് അത്യാവശ്യം ടഫായിട്ട് നിങ്ങൾക്ക് വരാം, സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അത് പഠിക്കാതെ നിങ്ങൾ പോരുത്. കാർഡ് പ്രോബ്ലം ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഒരു 3 മാർക്കിന് 4 മാർക്കിനായിട്ട് നിങ്ങൾക്ക് വരാം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പല ആളുകൾക്കും കോൺഫിഡൻസ് ബിൽഡ് ആയിട്ടുണ്ടാവും, പല ആളുകൾക്കും കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സോ എന്തിനാണെങ്കിൽ നഷ്ടപ്പെട്ട ആളുകളൊക്കെ എന്തായാലും ഈ ടോപ്പിക്കൽ കവർ ചെയ്യാൻ തന്നെ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ എന്താക്കും, ലൈവിൽ ഡിസ്കസ് ചെയ്യും. എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്താക്കും, ഇന്നത്തെ ലൈവിൽ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാ കുട്ടികളും ലൈവിലേക്ക് വരിക, വേറൊന്നും പറയാനില്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. നമുക്ക് ലൈവിൽ കാണാം. ബൈ ബൈ.